ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, ഒരു കൊതുകിനെ നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലേ കൊതുക്. അപ്പോൾ കൊതുക് നമുക്ക് എങ്ങനെയാണ് ആ കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാമെന്നുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് രാത്രി സമയങ്ങളിൽ ഫാനൊന്നും ഇല്ലാതെ നമുക്ക് കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ കൊതുകായിട്ട് മഴയാണെങ്കിൽ തന്നെ ഫാൻ ഇട്ടാലല്ലേ കൊതുക് പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഫാനൊന്നും ഇല്ലാതെ സുഖനിദ്ര കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് ആവശ്യമായിട്ട് ഇത് കണ്ടോ, നമ്മുടെ സബോളയാട്ടോ. സബോള നമ്മൾ കത്തിയാണ്. സബോളയും പിന്നെ വെളിച്ചെണ്ണയും തീപ്പെട്ടി തിരി, ഇത്ര സാധനങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഈ സബോളയില്ലേ, സബോള ഞാൻ പൊളിച്ചു വെച്ചതാട്ടോ. അതുകൊണ്ടോ പൊളിച്ചു വെച്ചതാണ് സബോള. അപ്പോൾ നമുക്ക് ഈ സബോള ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മുൾഭാഗം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയേ, അതിനെ കളയാം. എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചെത്തി നന്നാക്കി ഒരു റൗണ്ടാക്കിയത് കണ്ടോ, ഒരു റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സബോള ചെത്തിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മൾ ഈ സബോളേൻ്റെ ഉള്ളിങ്ങനെ തുരന്നെടുക്കുക. ഈ കത്തിയും കൊണ്ട് ഇങ്ങനെ തുരന്നെടുക്കണം കേട്ടോ. അപ്പോൾ അതാ കാണിച്ചു തരാവേ. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളില്ലേ, സബോളയൊക്കെ ഇല്ലേ, അതൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു തിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതിനെ നമുക്കൊന്ന് കളയാട്ടോ. അതിന് ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടോ ഇതാണ്ടോ ഉള്ളു കണ്ടില്ലേ. അപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളു തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള സവോളയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, ഇനി നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് ഈ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സവോളയ്ക്കകത്തോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ. കുറച്ച് ഒഴിച്ചാൽ മതി, പെട്ടെന്ന് നിറയും. ചെറിയ സബോള ആയതുകൊണ്ട് വേഗം നിറയും കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് എന്താണെന്ന് പറയുമ്പോൾ തിരി വേണം. ഇത് വീഡിയോ എടുക്കുന്ന ഞാൻ സ്വന്തം കേട്ടോ. പാട്ടുകളൊക്കെ പിന്നെ നമ്മൾ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. നല്ല മഴയാണ്, അപ്പോൾ ഉള്ളിൽ നിന്നാണ് ക്ലിയർ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരി എടുത്ത് നനച്ച് ഇതിനകത്ത് ഇട്ട് കേട്ടോ. തിരി എടുത്ത് നമ്മൾ നനച്ചിനകത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ വെച്ചിട്ട് തീപ്പൊടി കത്തിക്കാം കേട്ടോ. ഇവിടെ വെക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം നമ്മൾ തീപ്പെട്ടി എടുത്തിട്ട് കത്തിച്ചിട്ട് നമുക്ക് തിരി എടുക്കാം കേട്ടോ. തീപ്പെട്ടി എടുത്ത് എന്നിട്ട് നമ്മൾ തിരി കത്തിക്കുന്നു കേട്ടോ. നമ്മുടെ തിരി നന്നായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ, ഇനി നമുക്ക് ബെഡ്റൂമിൽ, ഹാളിൽ, അടുക്കളയിൽ, സിറ്റ് ഔട്ടിൽ, നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് സന്ധിക്കല്ലേ ഈ കൊതുക്, ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്, വലിയൊരു കൊതുക്, ഒരു വെള്ള കളർ കൊതുകാന്ന് പറയുന്നത്. അത് ഈ സന്ധിക്കാട്ടോ കൂടുതലും വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ സിറ്റൗട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു തിരി കത്തിച്ചു വെക്കുക. ഇങ്ങനെ സബോള ഇട്ടിട്ട് ഇത് നമുക്ക് ഡെയിലി എണ്ണ ഒഴിച്ച് കത്തിക്കാം. ഒരു സബോള മതി കേട്ടോ. എന്നൊന്ന് സബോള എടുത്ത് കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ബെഡ്റൂമിലാണെങ്കിലും വെച്ചാൽ കൊതുക് നമുക്ക് ഒരു കൊതുക് പോലും നമ്മൾ ചെയ്യുന്നത് കൊണ്ടാട്ടോ, ഒറ്റ കൊതുക് പോലും നമുക്ക് വരികയല്ലാട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടി ഇതൊന്നൊന്ന് പറഞ്ഞു തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊതുകടിയൊന്നും കൊള്ളാതെ നമുക്ക് സുഖമായിട്ട് കിടന്നിറക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും കേട്ടോ. എങ്കിലും എനിക്കറിയുന്ന അറിവ് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഫാനൊന്നും, മഴയത്താകുമ്പോൾ നമുക്ക് ഫാനിടുമ്പോൾ തണുപ്പല്ലേ, അപ്പം ഫാനൊന്നും ഇല്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ്സ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.